ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. ഈ സ്പോക്കൺ ഇംഗ്ലീഷ് ലേണിംഗ് വീഡിയോകളിൽ പറയുന്ന ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെന്റൻസസ് നിങ്ങൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്രാക്ടീസ് ആക്കി മാറ്റുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും ആൻഡ് യു വിൽ ബി ഏബിൾ ടു ലേൺ ഇംഗ്ലീഷ് ആൻഡ് സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നാളെ ഞാൻ കുറച്ച് വൈകിയേ വരത്തുള്ളൂ. നാളെ ഞാൻ കുറച്ച് വൈകിയേ വരത്തുള്ളൂ. I will be coming in a bit late tomorrow. I will be coming in. അതായത് ഒരു ഓഫീസിലേക്ക് വരുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. I will be coming in a bit late. A bit late എന്ന് പറഞ്ഞാൽ കുറച്ച് വൈകി നാളെ, tomorrow. I will be coming in a bit late tomorrow. നീ എത്ര വൈകും? നീ എത്ര വൈകും? How late will you be? How late will you be? നീ എത്ര വൈകും? നാളെ 11 മണിക്കെങ്കിലും നിനക്ക് വരാൻ പറ്റുമോ? നാളെ 11 മണിക്കെങ്കിലും നിനക്ക് വരാൻ പറ്റുമോ? Can you come at least by 11 o'clock tomorrow? Can you come at least by 11 o'clock? 11 മണിക്കെങ്കിലും ചുരുങ്ങിയത് നിനക്ക് വരാമോ? Can you come at least by 11 o'clock tomorrow? നീ അത് എത്രത്തോളം ചെയ്തു തീർത്തു? നീ അത് എത്രത്തോളം ചെയ്തു തീർത്തു? How far have you completed it? അപ്പോൾ ഒരു പ്രോജക്റ്റ് കൊടുത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. അതിന് എത്രത്തോളം കഴിഞ്ഞു എന്നാണ് ചോദിക്കുന്നത്. നീ അത് എത്രത്തോളം ചെയ്തു തീർത്തു? How far have you completed it? How far, എത്രത്തോളം, have you completed it? നീ ചെയ്തു തീർത്ത്. അത് ഏതാണ്ട് കഴിഞ്ഞു, അവസാനത്തെ 3 പേജ് തീർക്കാനുള്ളൂ. അത് ഏതാണ്ട് കഴിഞ്ഞു, അവസാനത്തെ 3 പേജ് തീർക്കാനുള്ളൂ. It's almost done. Just have to do the final 3 pages. It's almost done. Just have to do the final 3 pages. It's almost done എന്ന് പറഞ്ഞാൽ ഏതാണ്ട് കഴിഞ്ഞു. Done എന്ന് പറഞ്ഞാൽ ചെയ്തു തീർന്നു. It's almost, ഏതാണ്ട്, done. Just have to do the final 3 pages. അവസാനത്തെ 3 പേജും കൂടിയേ തീർക്കാനുള്ളൂ. 3 മണിക്ക് മുൻപ് എനിക്ക് ഇമെയിൽ ചെയ്യൂ. 3 മണിക്ക് മുൻപ് എനിക്ക് ഇമെയിൽ ചെയ്യൂ. Please email it to me before 3 p.m. today. Please email it to me before 3 p.m. today. Before 3 p.m. 3 മണിക്ക് മുൻപ് എനിക്ക് ഇമെയിൽ ചെയ്യൂ. Email it to me. നാളെ രാവിലെ ഇമെയിൽ ചെയ്താൽ മതിയോ? നാളെ രാവിലെ ഇമെയിൽ ചെയ്താൽ മതിയോ? Can I email it to you tomorrow morning? Can I email it to you tomorrow morning? അതായത് നാളെ ഇമെയിൽ ചെയ്താൽ മതിയോ? അത് പോരാ, അത് പോരാ, അതായത് അത് പറ്റില്ല, അല്ലെങ്കിൽ അത് ശരിയാവില്ല. That won't do. അതായത് that will not do. That won't do. ഇതെല്ലാം സ്പോക്കൺ ഇംഗ്ലീഷിൽ ഉപയോഗിക്കാവുന്ന ചെറിയ ഫ്രേസസ് ആണ്. അപ്പൊ അതിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കി നിങ്ങൾ ഓർത്തു വെക്കണം. എനിക്കത് MDക്ക് ബുധനാഴ്ചക്കകം കൊടുക്കണം. MDക്ക് ബുധനാഴ്ചക്കകം കൊടുക്കണം. I need to give it to the MD by Wednesday. I need to give it to the MD by Wednesday. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രൊനൗൺസിയേഷൻ വെഡ്നസ്ഡേ അല്ല. ബുധനാഴ്ചയ്ക്ക് നമ്മൾ പറയുന്നത് വെൻസ്ഡേ എന്നാണ് പറയുക. എഴുതുമ്പോൾ അവിടെ ഒരു ഡി വരുന്നുണ്ട്, പക്ഷെ അത് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ആ ഡി നമ്മൾ ഉച്ചരിക്കരുത്. സോ ഇറ്റ്സ് വെൻസ്ഡേ, അല്ലാണ്ട് വെഡ്നസ്ഡേ എന്ന് പറയരുത്. അപ്പോൾ ഐ ഹാവ് ടു ഗിവ് ഇറ്റ്, അല്ലെങ്കിൽ ഐ നീഡ് ടു ഗിവ് ഇറ്റ് ടു ദി MD ബൈ വെൻസ്ഡേ. എനിക്കത് ബുധനാഴ്ചക്കകം MDക്ക് കൊടുക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഓൺ വെൻസ്ഡേ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഓൺ വെൻസ്ഡേ എന്ന് പറഞ്ഞാൽ എനിക്ക് ബുധനാഴ്ച കൊടുക്കണം. പക്ഷെ ബൈ വെൻസ്ഡേ എന്ന് പറഞ്ഞാൽ ബുധനാഴ്ചയ്ക്ക് മുൻപായി, ബുധനാഴ്ചക്കകം എനിക്ക് കൊടുക്കണം. അതൊരു പ്രശ്നമാകുമെന്ന് നീ കരുതുന്നുണ്ടോ? അതൊരു പ്രശ്നമാകുമെന്ന് നീ കരുതുന്നുണ്ടോ? Do you think it will be a problem? Do you think it will be a problem? അല്ലെങ്കിൽ നമുക്ക് പ്രോബ്ലത്തിന് പകരം ഇഷ്യൂ എന്നും പറയാം. Do you think it will be an issue? നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് പ്രോബ്ലം എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ do you think it will be a problem? A മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഇഷ്യൂ എന്നാണെങ്കിൽ do you think it will be an issue? An issue. അപ്പോൾ പ്രോബ്ലം വരുമ്പോൾ A ഉപയോഗിക്കണം. ഇഷ്യൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതും നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ആൻ ആണോ ഉപയോഗിക്കേണ്ടത്, എ ആണോ ഉപയോഗിക്കേണ്ടത് എന്നതിന് ചെറിയൊരു റൂൾ ഉണ്ട്. വവൽ സൗണ്ട്സ്, അതായത് എ, ഇ,
ഐ, ഒ, യു എന്നീ ശബ്ദങ്ങൾ വരുന്ന വാക്കുകളുടെ മുന്നിൽ ആൻ ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ an apple, I ate an apple. പക്ഷേ I ate a mango. അപ്പോൾ ആപ്പിളിന്റെ സൗണ്ട് എ ആണ്. അപ്പോൾ എ ഇ ഐ ഒ യുയിൽ വരുന്നുണ്ട് I ate an apple. മാംഗോ പറഞ്ഞാൽ എം ആണ്. അപ്പോൾ അവിടെ വവൽ അല്ല. അപ്പോൾ നമ്മൾ അതിന്റെ മുന്നിൽ എ ആണ് ചേർക്കേണ്ടത്. I ate a mango. അതുകൊണ്ടാണോ നീ അത് ചെയ്യാതിരിക്കുന്നത്? അതുകൊണ്ടാണോ നീ അത് ചെയ്യാതിരിക്കുന്നത് എന്നത് നേരത്തെ നമ്മൾ ചോദിച്ചത് അതൊരു പ്രശ്നമാകുമെന്ന് നീ കരുതുന്നുണ്ടോ? അപ്പൊ ഇപ്പൊ പറയുന്നത് പ്രശ്നമാകും എന്നതുകൊണ്ടാണോ നീ അത് ചെയ്യാതിരിക്കുന്നത് എന്നാണ് ചോദ്യം. ഇസ് ദാറ്റ് വൈ യു ആർ നോട്ട് ഡൂയിങ് ഇറ്റ്? ഇസ് ദാറ്റ് വൈ യു ആർ നോട്ട് ഡൂയിങ് ഇറ്റ്? അപ്പോൾ വൈ യു ആർ നോട്ട് ഡൂയിങ് ഇറ്റ്, നീ അത് എന്തുകൊണ്ടാണ് ചെയ്യാതിരിക്കുന്നത്? ഇസ് ദാറ്റ് വൈ, അതുകൊണ്ടാണോ, ഏതുകൊണ്ട്, നേരത്തെ പറഞ്ഞ അതായത് പ്രശ്നമാകും എന്ന് നീ കരുതുന്നത് കൊണ്ടാണോ യു ആർ നോട്ട് ഡൂയിങ് ഇറ്റ്? ഇസ് ദാറ്റ് വൈ യു ആർ നോട്ട് ഡൂയിങ് ഇറ്റ്, അതാണോ കാരണം? ഇസ് ദാറ്റ് ദ റീസൺ വൈ യു ആർ നോട്ട് ഡൂയിങ് ഇറ്റ്, അങ്ങനെയും വേണമെങ്കിൽ പറയാം. ആ റീസൺ എന്ന വാക്കില്ലാതെ ഇസ് ദാറ്റ് വൈ യു ആർ നോട്ട് ഡൂയിങ് ഇറ്റ് അങ്ങനെ വയ്ക്കാം. അല്ലെങ്കിൽ റീസൺ എന്ന വാക്ക് ഉപയോഗിച്ചിട്ട് ഇസ് ദാറ്റ് ദ റീസൺ വൈ യു ആർ നോട്ട് ഡൂയിങ് ഇറ്റ് അങ്ങനെയും പറയാം. ഇന്നലെ ഡ്യൂട്ടിക്ക് പോയത് നന്നായി, അല്ലെങ്കിൽ വലിയ നഷ്ടം ആയിപ്പോയെന്നെ. ഇന്നലെ ഡ്യൂട്ടിക്ക് പോയത് നന്നായി, അല്ലെങ്കിൽ വലിയ നഷ്ടമായി പോയെന്നെ. ഇറ്റ് വാസ് ഗുഡ് ദാറ്റ് ഐ വെന്റ് ഡ്യൂട്ടി യെസ്റ്റർഡേ, അതർവൈസ് ഇറ്റ് വുഡ് ഹാവ് ബീൻ എ ബിഗ് ലോസ്. ഇറ്റ് വാസ് ഗുഡ് ദാറ്റ് ഐ വെന്റ് ഫോർ ഡ്യൂട്ടി യെസ്റ്റർഡേ. ഇറ്റ് വാസ് ഗുഡ്, അത് നന്നായി. ഐ വെന്റ് ഫോർ ഡ്യൂട്ടി യെസ്റ്റർഡേ, ഇന്നലെ ഞാൻ ഡ്യൂട്ടിക്ക് പോയത് നന്നായി. അതർവൈസ്, അല്ലെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ എ ബിഗ് ലോസ്. ഇറ്റ് വുഡ് ഹാവ് ബീൻ എ ബിഗ് ലോസ്, അതൊരു വലിയ നഷ്ടമായി പോയേനെ. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ്